നമ്മളൊരു ലോണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർ പ്രധാനമായിട്ട് നോക്കുന്ന ഒന്നാണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കുന്നതിലൂടെ നമുക്ക് എത്ര ലോൺ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ എത്ര ക്രെഡിറ്റ് കാർഡുകൾ നിലവിലുണ്ട്, അതുപോലെ തന്നെ എത്ര ലോണുകൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തു, അതിൻ്റെ റീപേയ്മെൻറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ ലോൺ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭിക്കുന്നു. നമ്മൾ ലോൺ എടുത്തിട്ട് കറക്റ്റായിട്ട് റീപേ ചെയ്തില്ലെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോണിന് വേണ്ടി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താരതമ്യേന നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറവായിരിക്കും. ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ ഒരു ലോണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് വരാം. ഇനി നമുക്ക് ലോൺ അപ്രൂവ് ആയാൽ തന്നെ ഒരുപക്ഷെ അവർ ഉയർന്ന പലിശ നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കിയേക്കാം. ഇനി മറിച്ച് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മളൊരു ലോൺ എടുക്കുവാൻ നേരത്ത് നമുക്ക് പലിശ കുറച്ച് തരാൻ ആവശ്യപ്പെടുകയും പോസിബിൾ ആണെങ്കിൽ നമുക്ക് പലിശ കുറച്ച് തരികയും ചെയ്യും. ക്രെഡിറ്റ് സ്കോറിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോകൾ കാണാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി 100% കറക്റ്റ് ആകണമെന്നില്ല, അതിലും തെറ്റുകൾ സംഭവിക്കാം. ഇങ്ങനെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് തെറ്റുകൾ തിരുത്തുവാനായി സാധിക്കും. നമുക്ക് രണ്ട് രീതിയിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ തിരുത്താം. ഒന്നെങ്കിൽ നമ്മൾ ഏത് ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട റെക്കോർഡിലാണ് തെറ്റുകൾ വന്നിരിക്കുന്നത്, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തെറ്റുകൾ അത് തെറ്റാണ്, അത് തിരുത്തുവാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ബ്യൂറോകളിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുവാനായി സാധിക്കും. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ക്രെഡിറ്റ് ബ്യൂറോകളായ സിബിലിലും അതുപോലെ തന്നെ എക്സ്പീരിയനിലും എങ്ങനെ ഓൺലൈനായിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് എക്സ്പീരിയനിൽ എങ്ങനെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് എക്സ്പീരിയനിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പീരിയനിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഡാറ്റ വെച്ചാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുവാനായി സാധിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവരുടെ വെബ്സൈറ്റിൽ വന്ന ശേഷം ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ്പീരിയൻ ഇന്ത്യയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ കയറുന്നതെന്ന് ഉറപ്പാക്കണം. experian.in. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫുൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുവാൻ നേരത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാൻ നേരത്ത് നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് കിട്ടും. ക്രെഡിറ്റ് റിപ്പോർട്ടും കിട്ടും. നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ലോഗിൻ ആവുകയും ചെയ്യും. സൈൻ ഇൻ ആയ ശേഷം നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ ഞാനെന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തു. എൻ്റെ ക്രെഡിറ്റ് സ്കോർ അങ്ങനെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇവിടെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് അക്കൗണ്ട്, കറണ്ട് ടോട്ടൽ ബാലൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഡേറ്റ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ടോപ്പിലായിട്ട് ഡിസ്പ്യൂട്ട് എന്ന് ഫയൽ ചെയ്യാനായി സാധിക്കും. അതിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. റൈസ് എ ഡിസ്പ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ട്രാക്ക് എ ഡിസ്പ്യൂട്ട് ഉണ്ട്. റൈസ് എ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പുതിയ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ട്രാക്ക് എ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് റൈസ് എ ഡിസ്പ്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സ്പീരിയൻ്റെ ഡിസ്പ്യൂട്ട് ഫയലിംഗ് ഫോം എന്ന് പറയുന്നത്. ആദ്യം തന്നെ യുവർ എക്വയറി ഈസ് റിഗാർഡിംഗ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു എൻക്വയറിയിലാണ് നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലാണ് എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അതർ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു എൻക്വയറി ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഡീഷണൽ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ സെയിം ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതർ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് നമുക്ക് വരും. അക്കൗണ്ട് ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് വരും. ക്രെഡിറ്റ് കാർഡാണോ, കൺസ്യൂമർ ലോണാണോ, പേഴ്സണൽ ലോണാണോ, അതുപോലെ തന്നെ നെയിം ഓഫ് ദി ബാങ്ക്, നമ്മുടെ ആ ഒരു ലോൺ അക്കൗണ്ട് നമ്പർ, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് വരും. പിന്നെ നമുക്ക് അഡ്രസ്സ്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, നമുക്ക് എന്താണ് എറർ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് എൻ്റർ ചെയ്യാം. വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത് ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു ക്രെഡിറ്റ് അക്കൗണ്ടാണ്. ഇപ്പോൾ നിലവിലുള്ള ക്രെഡിറ്റ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലാണ് എറർ ഉള്ളതെങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ചൂസ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡാണോ, കൺസ്യൂമർ ലോണാണോ, പേഴ്സണൽ ലോണാണോ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കൺസ്യൂമർ ലോൺ ചൂസ് ചെയ്തു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു കൺസ്യൂമർ ലോൺ ഫെച്ച് ആയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് കൺസ്യൂമർ ലോണാണോ അത് ചൂസ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ ഓട്ടോമാറ്റിക് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അക്കൗണ്ട് സ്റ്റാറ്റസ്, ഇപ്പോൾ ആക്റ്റീവ്, സെറ്റിൽഡ്, ക്ലോസ്ഡ്. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അപ്പോൾ അതിലാണ് എന്തെങ്കിലും എറർ ഉള്ളതെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്ത് വെക്കാം. പിന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റ്, കറണ്ട് ബാലൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ, എന്താണ് എറർ, അത് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് എക്സ്പീരിയനിൽ ഓൺലൈനായിട്ടൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുവാനായി സാധിക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് സിബിലിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം? സിബിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വരിക. നമുക്ക് മുകളിൽ തന്നെ ഡിസ്പ്യൂട്ട് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന നേരത്ത് എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽസ് വരും. നമുക്ക് ഈ ഒരു സിബിലിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ലോഗിൻ ചെയ്ത ശേഷം ഡിസ്പ്യൂട്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. അപ്പോൾ എന്തായാലും സിബിലിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ സിബിലിൽ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. സിബിലിൽ നമുക്ക് 2 തരം അക്കൗണ്ടാണുള്ളത്. ഒന്നെങ്കിൽ ഒരു ഫ്രീ അക്കൗണ്ട് ഉണ്ട്. ഫ്രീ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് നമ്മുടെ സ്കോർ ചെയ്യുവാനായി സാധിക്കൂ. പിന്നീടുള്ളത് പെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നമുക്ക് 2-3 പാക്കേജുകൾ അവൈലബിൾ ആണ്. പെയ്ഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറും എല്ലാ ദിവസവും നമ്മുടെ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കും. ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സ്കോർ നമുക്ക് എല്ലാ ദിവസവും ലഭിക്കും. അതുപോലെ തന്നെ വേറെയും കുറച്ച് എക്സ്ട്രാ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഈ ഒരു പെയ്ഡ് സിബിലിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പേജിൽ വന്നിട്ട് ക്ലിക്ക് ഹിയർ ടു ഗെറ്റ് എ ഫ്രീ സിബിൽ സ്കോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുവാൻ നേരത്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി, ഒരു പാസ്വേഡ് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഐ ഡി ടൈപ്പ്, പാൻ നമ്പർ സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐ ഡി ടൈപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത ശേഷം ഐ ഡി നമ്പർ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, പിൻ കോഡ് എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ ഒരു വിൻഡോയിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അടിയിലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ പ്ലാൻ സെലക്റ്റായി കിടക്കുന്നുണ്ടാകും. 1 ഇയറിലേക്കാണെങ്കിൽ 1200 രൂപയാണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അതുകൂടാതെ 1 മാസത്തേക്ക്, അതുപോലെ തന്നെ 6 മാസത്തേക്കൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായി സാധിക്കും. ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അടിയിൽ നോ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഓപ്ഷൻ കാണുവാനായി സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുന്ന നേരത്ത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് സിബിലിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് അല്ലാതെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വേണമെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഇവരുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇതാണ് സിബിലിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് വരുന്നത്. 1200 രൂപയുടെ പ്രീമിയം പ്ലാനിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 വർഷമാണ്. നമുക്ക് അലർട്ട് ലഭിക്കും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആക്സസ് ആണ് 1 വർഷത്തേക്ക്. സ്കോർ സിമുലേറ്റർ ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ലോൺ ഓഫേഴ്സ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. പിന്നെ ക്രെഡിറ്റ് മോണിറ്ററിംഗ് സർവീസസും ഈ ഒരു പ്രീമിയം പാക്കേജിലുണ്ട്. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ 800 രൂപയാണ് വരുന്നത്. 800 രൂപയ്ക്ക് 6 മാസമാണ് വാലിഡിറ്റി. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ലഭിക്കും. ഇനി ബേസിക് ആണെങ്കിൽ 1 മാസത്തേക്കാണ് 550 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. അലർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിലും ലഭിക്കും. ഇതിലൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആക്സസ് ആണുള്ളത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി എത്രയാണോ ആ ഒരു വാലിഡിറ്റിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്കോർ റീഫ്രഷ് ചെയ്യാനായി സാധിക്കും. അതായത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സ്കോർ നമുക്ക് ആക്സസ് ചെയ്യാം. എനിക്ക് എന്തായാലും സിബിലിൽ ഒരു പെയ്ഡ് അക്കൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിലൂടെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇതാണ് അവരുടെ ഒരു സിബിലിൻ്റെ ഒരു ഡാഷ്ബോർഡ് വരുന്നത്. ടോപ്പിൽ തന്നെ നമ്മുടെ സ്കോർ നമുക്ക് കാണുവാനായി സാധിക്കും. 778 മുതൽ 900 വരെയാണ് സിബിൽ സ്കോർ എങ്കിൽ നല്ലൊരു സ്കോർ തന്നെയാണ് അത്. അതിൻ്റെ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ താഴത്തായിട്ട് കുറച്ച് ലോൺ ഓഫേഴ്സൊക്കെ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ഇതൊക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ലോൺ ഓഫേഴ്സൊക്കെ നമ്മുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ടാകും. പിന്നെ താഴെയായിട്ട് നമുക്ക് റീഫ്രഷ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നമുക്ക് എല്ലാ ദിവസവും ഇത് റീഫ്രഷ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ റീഫ്രഷ് ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പോൾ റീഫ്രഷ് ഓപ്ഷൻ ഇല്ലാത്തത്. അൺലിമിറ്റഡ് ആക്സസ് ആണ്. ദിവസത്തിൽ 1 തവണ നമുക്കിത് റീഫ്രഷ് ചെയ്യുവാനായി സാധിക്കും. ഇപ്പോൾ നാളെ ഇവിടെ റീഫ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് നമുക്കത് റീഫ്രഷ് ചെയ്യാനായി സാധിക്കും. എന്തെങ്കിലും മാറ്റം നമ്മുടെ സ്കോറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. പിന്നെ ക്രെഡിറ്റ് സമ്മറി, നമ്മുടെ അക്കൗണ്ട് ഓപ്പൺഡ് അക്കൗണ്ട്, അതുപോലെ തന്നെ എൻക്വയറീസ്, പിന്നെ ഡെപ്ത് ഓഫ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒരു ഡാഷ്ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ സ്കോറിൻ്റെ ഹിസ്റ്ററി ഇവിടെ നമുക്കൊരു ചാർട്ട് രൂപത്തിൽ കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഹോം പേജിലുള്ളത്. പിന്നെ ക്രെഡിറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. 4 മേജർ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് യുവർ സിബിൽ സ്കോർ, പേയ്മെൻറ്റ് ഹിസ്റ്ററി, ഹൈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ, ക്രെഡിറ്റ് മിക്സ്, മൾട്ടിപ്പിൾ എൻക്വയറീസ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ സ്കോർ സിമുലേറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്കോർ എത്രമാത്രം ചേഞ്ച് ആകുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ആഡ് ന്യൂ ലോൺ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഹോം ലോൺ, ഓട്ടോ ലോൺ, പേഴ്സണൽ ലോൺ. ഇപ്പോൾ ഞാൻ ഒരു ഹോം ലോൺ ആഡ് ചെയ്യുകയാണ്. ഒരു 10 ലക്ഷം രൂപ ഞാൻ ഹോം ലോൺ എടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്കോറിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. സിമുലേറ്റ് സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ സ്കോർ 779 ഞാനിപ്പോൾ ആ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്കോർ 779 നിന്നും 789 മാറും. അപ്പോൾ അത് മാറുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് മിക്സ് ഒന്നാമത്തേത്, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ലോണായിട്ടുള്ളത് ക്രെഡിറ്റ് കാർഡുണ്ട്, അതുപോലെ തന്നെ ഒരു പേ ലേറ്ററിൻ്റെ ഒരു പേഴ്സണൽ ലോണും ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ലോൺ മാത്രമാണ് എനിക്കുള്ളത്. പിന്നെ ഒരു ലോൺ ക്ലോസ്ഡ് ലോണാണ്. അപ്പോൾ അത് രണ്ടും അൺസെക്യൂർഡ് ലോണാണ്. അതിൻ്റെ കൂടുതൽ ഈ ഒരു ഹോം ലോൺ, അതായത് സെക്യൂർഡ് ലോൺ വരുമ്പോൾ അത് നല്ലൊരു ക്രെഡിറ്റ് മിക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് സ്കോറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ സ്കോർ നമുക്ക് സിമുലേറ്റ് ചെയ്ത് നോക്കുവാനായി സാധിക്കും. സ്കോർ സിമുലേറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ അലർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. നമ്മുടെ സ്കോറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, ന്യൂ എൻക്വയറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അലർട്ടായിട്ട് കിട്ടും. പിന്നെ ഓഫേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ മുമ്പ് ഹോം പേജിൽ കണ്ട ഒരു ഓപ്ഷനാണ്. നമുക്ക് എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഡാഷ്ബോർഡിൽ വരും. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് റിപ്പോർട്ട്. ഇതിൽ നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. നമ്മുടെ സമ്മറി, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ, കോൺടാക്ട് ഇൻഫർമേഷൻ, എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ, നമ്മുടെ ലോൺ അക്കൗണ്ട് ഇൻഫർമേഷൻസ്, എൻക്വയറി ഇൻഫർമേഷൻസ്, അങ്ങനെ എല്ലാത്തിനും വിശദമായിട്ടുള്ളൊരു ഡാറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നമുക്ക് റൈസ് എ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഡിസ്പ്യൂട്ട് സെൻറ്റർ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനൊരു ഓപ്ഷൻ വരും. ഇതിൽ നമുക്ക് പുതിയൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഓപ്പണായി കിടപ്പുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്ത ശേഷം 30 ദിവസമാണ് അവർ പറയുന്നത്. 30 ദിവസമാണ് മാക്സിമം പറയുന്നത്. അതിനുള്ളിൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരാനുണ്ടെങ്കിൽ വരുത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫർദർ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മെയിലായിട്ട് ലഭിക്കും. ഇപ്പോൾ ക്ലോസ്ഡ് ഡിസ്പ്യൂട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഫയൽ ചെയ്തതിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് നമുക്ക് കാണുവാനായി സാധിക്കും. ഇപ്പോൾ നിലവിലൊന്നും ഓപ്പൺ അല്ല. ഇനി ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് റൈസ് എ ഡിസ്പ്യൂട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ട് നമുക്ക് ഈ ഒരു അഡ്രസ്സിലേക്ക് ഡീറ്റെയിൽസ് അയക്കുകയും ചെയ്യാം. ഇനി ഡിസ്പ്യൂട്ട് ആൻഡ് ഐറ്റം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് പല കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ടാകും. പേഴ്സണൽ ഇൻഫർമേഷനിലാണോ, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഇൻഫർമേഷനിലാണോ, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷനിലാണോ, അല്ലെങ്കിൽ അക്കൗണ്ട് ഇൻഫർമേഷനിലാണോ, അല്ലെങ്കിൽ എൻക്വയറി ഇൻഫർമേഷനിലാണോ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ എൻക്വയറി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നടത്തിയിട്ടുള്ള എൻക്വയറീസ് ഓട്ടോമാറ്റിക് വരും. അതിൽ ഏത് എൻക്വയറിയിലാണ് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. എൻക്വയറിയിൽ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണമെന്ന് ചോദിക്കും. ഫയൽ ചെയ്യണമെങ്കിൽ എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഡിസ്പ്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതിൽ വേണമെങ്കിലും ഓൺലൈനായിട്ട് ഇതുപോലെ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ലോൺ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ഡീറ്റെയിൽസിൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാം. ഇപ്പോൾ ഒരു പേഴ്സണൽ ലോൺ, അതായത് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ആണിത്. അതിനകത്ത് ഇപ്പോൾ ഒക്യുപ്പേഷൻ എന്നതിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതിപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ലഭ്യമായുള്ള ഏത് ഡാറ്റയിൽ എന്ത് എറർ വന്നാലും ഈ രീതിയിൽ ഓൺലൈനായിട്ട് സിബിലിൻ്റെ വെബ്സൈറ്റിലൂടെ നമുക്ക് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുവാനായി സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിഫിറ്റ്, മണി മലയാളം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com, www.moneyfit.news. Link in below.